ഇരകളെയല്ല, വേട്ടക്കാരെ വേദനിപ്പിക്കാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന ആലോചന വളരെ വിശദമായി തന്നെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശ് പാരെ, സത്യമാണ്. ആഷിഖ് പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട്, അതിനോട് വളരെയധികം യോജിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും ചങ്കൂറ്റത്തോട് കൂടിയിട്ട്, അതായത് WCC ഈ സെക്ഷൽ ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം WCCയുടെ ഫോർമേഷൻ കഴിഞ്ഞിട്ട് വളരെ ധൈര്യപൂർവ്വം ഗവൺമെൻറ് അവരുടെ കൂടെ നിൽക്കുകയും ഇതുപോലുള്ള ഒരു കമ്മീഷനെ ഏർപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം സംഭവിച്ചിരിക്കുന്ന ഈ 5 വർഷത്തെ കാലതാമസവും അതിനുശേഷം വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ മന്ത്രിയുടെ ചില ഔട്ട്ബേഴ്സ്റ്റും വളരെ നിരാശാജനകമാണ്. ഞാൻ പപ്പുവ ന്യൂഗിനിയിൽ ഒരു ഷൂട്ടിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് റിപ്പോർട്ട് മുഴുവനായിട്ട് വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു. അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത്രയും കാലം WCC അല്ലെങ്കിൽ ഈ ഫിസിക്കലി അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന അതിജീവിത, തിലകൻ, വിനയൻ, ഇങ്ങനെ കുറേ പേരൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ ഈ പുഴുക്കത്തിന് ഈ പുഴുക്കത്തിൻ്റെ ഒരു ആഴം എത്രയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാവുന്ന ഒരു നെഗോഷിയബിൾ അല്ലാത്ത ഒരു ബെഞ്ച് മാർക്ക് ഇവിടെ സെറ്റ് ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുകയാണ്. ഈ മന്ത്രിയൊക്കെ ആർക്കാണ് വെപ്രാളം, ആർക്കാണ് ഇത് വേണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ അധികാരവും ജനങ്ങളും തമ്മിലുള്ള പലപ്പോഴും കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റ് ആയി പോകും. ഇവിടെ ഇത് ആരെയാണ് ബാധിക്കുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ? കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയും സ്ത്രീകളാണ്. ബാക്കി പകുതി അവരുടെ കൂട്ടുകാരും അവരുടെ ബന്ധുക്കളും അവരുടെ അച്ഛനും അവരുടെ മക്കളും അവരുടെ ആങ്ങളമാരും ഒക്കെയാണ്. ഈ മൊത്തം സമൂഹം ഇതിനെ നോക്കി നിൽക്കുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് പോയിരിക്കുന്ന ഈ മഞ്ഞളിപ്പ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇത് ആരും പൊറുക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റും മറ്റുള്ളവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അസോസിയേഷൻ ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് പറയണത്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ബോയ്ക്കോട്ട് ചെയ്യുന്ന ആൾക്കാർ ബോയ്ക്കോട്ട് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ താരത്തൊന്നും എവിടെയും നിൽക്കില്ല. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ബാക്കിയുള്ള രാജ്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള വ്യവസായങ്ങളാണെങ്കിലും ഒക്കെ അതൊന്നും കാണാതെ ഈ അണയാൻ പോകുന്ന ഈ വിളക്കിൻ്റെ ആളിക്കത്തലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇഗ്നോർ ചെയ്തിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് ഒരുപാട് തെളിവുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു മൈനറായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളും കൂടെ പറഞ്ഞു. ഈ കാര്യത്തിലൊക്കെ സുവമോട്ടോ നടപടിയെടുക്കാൻ സർക്കാരിനും കോടതികൾക്കും കഴിയും. കാരണം അത് ഒരു കോൺക്ലേവ് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളല്ല. ഇത് ഈ പവർ വേഴ്സസ് പീപ്പിൾ, ഇപ്പം നന്ദിഗ്രാമിൻ്റെ കാര്യമാണെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ കാര്യമാണെങ്കിലും അധികാരത്തിന് പലപ്പോഴും ജനങ്ങൾ എന്താണ് ആലോചിക്കുന്നത്, ജനങ്ങളുടെ വിഷമം അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഇതൊരു വലിയ കോസ്റ്റ്ലി മിസ്റ്റേക്ക് ആയിരിക്കും ഇത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും തെളിവുള്ള കാര്യത്തിൽ നടപടി എടുക്കണം. പിന്നെ ഇത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലും പുറത്തുള്ള സ്ഥലത്തൊക്കെ ഇത് സോൾവ് ചെയ്ത പ്രോബ്ലമാണ്. ഞാൻ ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച സിംഗപ്പൂർ വഴി വരുന്ന സമയത്ത് ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പെൺകുട്ടിയുടെ റെസ്റ്റ് റൂമിൽ കയറിയതോടുകൂടിയിട്ട് ആ കുട്ടി അന്നേരം ടെർമിനേറ്റ് ചെയ്യാണ്. ലോകം എങ്ങനെയാണ് പോകുന്നതെന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. കൂപമണ്ഡൂകങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഇവർക്കൊക്കെ വേണ്ടുന്നത് ട്രെയിനിങ് ആണ്. എല്ലാ 6 മാസവും എല്ലാ 1 വർഷവും ഒരു പെൺകുട്ടിയോട് എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയാൻ പാടില്ല എന്ന് ഇവരെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവർ പണ്ട് ഏതാണ്ട് ഈ ഫ്യൂഡൽ കാലത്ത് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുറുക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ആര് പഠിപ്പിക്കുമെന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും അതാണ് സർക്കാർ ഉണ്ടാക്കേണ്ട ഒരു സ്ട്രക്ചറിന്റെ കാര്യം. ഇതാണ് ഇവർ അതിലൂടെ കടന്നു പോകണം. ഇവർ അതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഈ അപ്രൂവ്ഡ് ആയിട്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ.